നിന്നെയൊക്കെ കണ്ടാൽ ആരെങ്കിലും വെള്ളം കുടിക്കുമോ? നിന്നെയൊക്കെ കണ്ടാൽ അറപ്പ് വരുമല്ലോ. വിദ്യാസമ്പന്നതയുടെ അത്യുച്ചകോടിയിൽ നിൽക്കുന്ന ഒരു അധ്യാപികയുടെ വാക്കുകളാണിത്. ഈ വാക്ക് വഴിക്കൂടെ പോകുന്ന പട്ടിയോടല്ല പറഞ്ഞത്, മറിച്ച് താൻ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥിയോടാണ് പറഞ്ഞത്. പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്ന ഒരു കുട്ടിയോടാണ് ഈ അധ്യാപിക ഈ അതിക്രൂരമായ ഈ ജാതി അധിക്ഷേപം നടത്തിയിരിക്കുന്നത്. ഞാൻ ക്ലാസ്സിൽ ചെന്നിരുന്നപ്പോ എന്റെ കൂടെ ഇരുന്ന പിള്ളേരെയൊക്കെ മാറ്റിയിരുത്തി, എന്നിട്ട് ഞാൻ അവിടെ ഒറ്റയ്ക്ക് ഇരുത്തി തന്നെ. ഞാനിപ്പോ ഒരു ദിവസം പിറ്റേ ദിവസം തന്നെ വന്ന് അമ്മയടിക്ക് പറഞ്ഞു വൈകുന്നേരം തന്നെ. എന്നിട്ട് മൂന്നാമത്തെ ദിവസം വീണ്ടും തന്നെ വന്ന് അത് കണക്ക് ഒറ്റയ്ക്ക് ഇരുത്തി. അപ്പൊ ഞാൻ ക്ലാസ്സിന്റെ വെളിയിലോട്ട് ഇറങ്ങിയിരുന്നു, ഞാൻ ഇരുന്നില്ല ഇപ്പൊ ക്ലാസ്സിൽ. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഈ വെള്ളം കുടിക്കാൻ നിന്നത്. വെള്ളം കുടിക്കാൻ ചെന്നപ്പോഴാണ് ഈ ടാങ്ക് മൊത്തം നിറഞ്ഞു കിടക്കുക. അപ്പൊ മറ്റേ ഗ്ലാസ് ഇങ്ങനെ തുറന്നു കുടിക്കുന്ന ഒരു ഗ്ലാസ് ഉണ്ട്, ഗ്ലാസ്സിലാണ് മൊത്തം ഈ ചോരയും പഴുപ്പും പഞ്ഞി വെച്ചിരിക്കുന്നത് മാതിരി. അപ്പൊ ആ മറ്റേ ഒരു സ്ട്രോ ഇങ്ങനെ ഒരു ചെറുതായിട്ടൊരു സാധനമുണ്ട്, അത് ഊരി എല്ലാരും കുടിച്ചോണ്ടിരുന്നു. ഞാനപ്പോ അത് ഊരി ഇങ്ങനെ കുടിച്ചോണ്ടിരുന്നപ്പോ പൊക്കി കുടിച്ചോണ്ടിരുന്നപ്പോ ഞാൻ കുടിക്കുന്ന ടീച്ചർ കണ്ടത്. ടീച്ചർ എന്നെ ആദ്യം കുറെ വഴക്കിട്ട് വന്നു. എന്നിട്ട് ചോദിച്ചു, നീ എന്താണ് ഇങ്ങനെ കുടിക്കുന്നത്, നീയൊക്കെ വായി വെച്ച വെള്ളമാണ് ഇത്രയും പിള്ളേർ കുടിക്കണ്ടേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ടീച്ചർ അതിന് അങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചപ്പോൾ ടീച്ചർ പറഞ്ഞു, നിന്നെയൊക്കെ കണ്ടാലും വെള്ളം കുടിക്കുക, നിന്നെ കണ്ട അറപ്പ് വരുമല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴാണ് ടീച്ചറിന്റെ അടിക്ക് ഞാൻ ദേഷ്യപ്പെടുന്നത്. ലോകത്തെമ്പാടും പാർക്കുന്ന മലയാളി സമൂഹത്തിനും അതിലുപരിയായി അധ്യാപക സമൂഹത്തിനും അപമാനം ഉണ്ടാക്കുന്ന ഈ സംഭവം നടന്നത് ആലപ്പുഴയിലാണ്. ഏറ്റവും ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊരു ഗവൺമെന്റ് സ്കൂളിലാണ് നടന്നത് എന്നുള്ളതാണ്. ഈ ഒരു വാർത്ത മീഡിയ വൺ എന്ന് പറയുന്ന ഒരു ചാനൽ മാത്രമേ ഇത് കൃത്യമായ രീതിയിൽ റിപ്പോർട്ട് ചെയ്തുള്ളൂ. മറ്റുള്ള ചാനലൊക്കെ ചെറിയൊരു ന്യൂസായിട്ടാണ് ഇത് കൊടുത്തത്. ഈ ഒരു ന്യൂസ് കേട്ടിട്ടില്ലാത്തവർക്കായി ഈ ഒരു സംഭവം ഞാൻ ചുരുക്കി പറയാം. ആലപ്പുഴയിലെ ഗവൺമെന്റ് ഹൈസ്കൂളിൽ പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്ന ഈ രണ്ട് ആൺകുട്ടികൾ, പ്രത്യേകിച്ച് ഇവർ രണ്ടുപേരും ഇരട്ടകളാണ്, +1 അഡ്മിഷൻ എടുക്കുന്നു. അഡ്മിഷൻ എടുത്ത കാലം മുതൽ ഇവരെ ജാതീയമായി അധിക്ഷേപിക്കുവാൻ വേണ്ടി ഈ അധ്യാപികമാർ മുൻകൈ എടുക്കുന്നുണ്ട് എന്നാണ് ഈ വിദ്യാർത്ഥികൾ പറയുന്നത്. അതിന്റെ ഭാഗമായി ക്ലാസ്സിലെത്തിയ ഇവരെ മറ്റുള്ള വിദ്യാർത്ഥികളുടെ കൂടെ ഇരുത്താതെ ഒറ്റയ്ക്ക് മാറ്റിയിരുത്തുന്നു. ഇത് 1-2 തവണ ആവർത്തിച്ചപ്പോൾ ഇതിലെ ഒരു വിദ്യാർത്ഥി ഇത് അധ്യാപികയോട് ചോദ്യം ചെയ്യുകയും പിന്നീട് ഒറ്റയ്ക്കിരുത്തുന്നതുകൊണ്ട് ക്ലാസ് റൂമിന് വെളിയിലിറങ്ങി നിൽക്കുകയും ചെയ്തു. ഈ ഒരു വിവരം ഇവരുടെ മാതാവിനെ ഇവരെ അറിയിക്കുകയും ചെയ്തു. പിന്നീടാണ് ഒരു പ്രധാനപ്പെട്ട സംഭവം ഉണ്ടാവുന്നത്. അവിടെ വിദ്യാർത്ഥികൾക്കെല്ലാം വെള്ളം കുടിക്കാൻ വേണ്ടി ഒരു പ്രത്യേക സ്ഥലമുണ്ട്. അവിടെ വെള്ളം കുടിക്കുവാൻ വേണ്ടി ഗ്ലാസുകൾ വെച്ചിട്ടുണ്ടെങ്കിലും എല്ലാവരും അതിലിട്ടിരിക്കുന്ന ട്യൂബ് പൊക്കിയാണ് കുടിക്കാറുള്ളത്. അങ്ങനെ ഒരു ദിവസം ഇതിലൊരു വിദ്യാർത്ഥി വരികയും ആ ട്യൂബ് പൊക്കി ഇങ്ങനെ വെള്ളം കുടിച്ചപ്പോഴാണ് ഈ അധ്യാപിക വന്ന് ഇത്തരത്തിലുള്ള അധിക്ഷേപം നടത്തുകയും ചെയ്തത്. ഇത് ഈ വിദ്യാർത്ഥികൾ രണ്ടുപേരും കൂടെ ചേർന്ന് ഈ അധ്യാപികയെ ചോദ്യം ചെയ്യുകയും അതിനെ തുടർന്ന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ചെയ്തു. തങ്ങളെ ജാതീയമായി അധിക്ഷേപിച്ച അധ്യാപികയെ ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് ചോദ്യം ചെയ്തതിന്റെ ഭാഗമായി വാക്കുതർക്കങ്ങൾ ഉണ്ടാകുകയും ഈ അധ്യാപിക പ്രിൻസിപ്പാളിന് ഒരു പരാതി എഴുതി കൊടുക്കുകയും ചെയ്തു. ആ പരാതിയിൽ ഈ രണ്ട് വിദ്യാർത്ഥികളും തന്നെ ചീത്ത വിളിച്ചു എന്നാണ് എഴുതി കൊടുത്തിരിക്കുന്നത്. അതിന്റെ ഭാഗമായി ഈ രണ്ട് വിദ്യാർത്ഥികളെയും ആ സ്കൂളിൽ നിന്ന് പുറത്താക്കുകയാണ് ചെയ്തത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ വിദ്യാർത്ഥികളുടെ മാതാവ് സ്കൂളിൽ ചെന്ന് കാര്യങ്ങൾ അന്വേഷിച്ചപ്പോഴാണ് കാര്യങ്ങൾ അവർക്ക് മനസ്സിലായത്. PTA അംഗങ്ങൾ എല്ലാം കൂടെ ചേർന്ന് PTA മീറ്റിംഗ് കൂടിയാണ് ഈ വിദ്യാർത്ഥികളെ വളരെ ബോധപൂർവം ഈ സ്കൂളിൽ നിന്ന് പുറത്താക്കിയത് എന്ന് ഇവർക്ക് അറിയാൻ സാധിച്ചു. പിന്നീട് ഇവര് PTA അംഗങ്ങളോട് കാര്യങ്ങൾ തിരക്കിയപ്പോൾ ഇനിയൊരു മീറ്റിംഗ് 2 ആഴ്ചയ്ക്ക് ശേഷം കൂടിയതിനു ശേഷം ഒരു തീരുമാനം അറിയിക്കാം എന്ന് ഇവരോട് പറഞ്ഞു വിടുകയാണ് ചെയ്തത്. പിന്നീട് 2 ആഴ്ചയ്ക്ക് ശേഷം ഇവർ വീണ്ടും വന്ന് സ്കൂളിൽ തിരക്കിയപ്പോൾ ഈ വിദ്യാർത്ഥികളെ തിരിച്ചെടുക്കാൻ സാധിക്കില്ല എന്നാണ് അവിടുന്ന് അറിയാൻ അവർക്ക് സാധിച്ചത്. ഇവരെ സ്കൂളിൽ കയറ്റില്ല, പക്ഷേ ഇവർക്ക് വന്ന് പരീക്ഷ എഴുതാനുള്ള അവസരം നൽകാം എന്ന് ഇവർ പറഞ്ഞു വിടുകയും ചെയ്തു. പിന്നീട് ഒരുപാട് തവണ ഈ മാതാവ് തന്റെ മക്കളെ തിരിച്ചെടുക്കുന്ന കാര്യത്തെക്കുറിച്ച് സംസാരിക്കുവാൻ ഈ സ്കൂളിലെത്തുകയും പ്രിൻസിപ്പാളിനെ കാണുകയും PTA അംഗങ്ങളെ കാണുകയൊക്കെ ചെയ്തെങ്കിലും അവര് അനുകൂല നിലപാട് അറിയിക്കാത്തതുകൊണ്ടാണ് ഈ മാതാവ് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പരാതിയുമായിട്ട് പോവുകയും ഇത് മീഡിയയ്ക്ക് മുന്നിൽ വരികയും ഇത് മറ്റുള്ളവരൊക്കെ അറിയുവാൻ ഇടയാകുകയും ചെയ്തത്. ഈ വിദ്യാർത്ഥികളും അധ്യാപികയുമായി തർക്കത്തിലേർപ്പെടുകയും ഇങ്ങനെ ജാതീയമായി അധിക്ഷേപം ഉണ്ടാവുകയൊക്കെ ചെയ്ത ഈ ഒരു സംഭവം രമ്യമായി പരിഹരിക്കപ്പെടേണ്ട വിഷയമായിരുന്നു. ഈ അധ്യാപിക പറഞ്ഞ കാര്യങ്ങൾ വളരെ മോശമാണ്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വിദ്യാർത്ഥികൾ മോശമായി ആ അധ്യാപികയോട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ ആ വിദ്യാർത്ഥികളെ വിളിച്ച് ഒരു കൗൺസിലിംഗ് കൊടുക്കുന്നതിന് പകരം ഈ വിദ്യാർത്ഥികളെ പൂർണ്ണമായിട്ടും ഈ സ്കൂളിൽ നിന്നും പുറത്താക്കിയത് ശരിയായ നടപടിയല്ല. ഈ ഒരു സംഭവം മലയാളി സമൂഹത്തിന് നൽകുന്ന ഒരു മെസ്സേജ് ഉണ്ട്.
നമ്മൾ എത്ര പുരോഗമന ചിന്താഗതി പറഞ്ഞാലും വിദ്യാസമ്പന്നതയുടെ അത്യുച്ചകോടിയിൽ എത്തിയാലും ജാതീയമായിട്ടുള്ള വ്യവസ്ഥിതികളൊക്കെ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അടിഞ്ഞുകൂടി തന്നെ കിടക്കുകയാണ്. അത് അധ്യാപികയാണെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ഈ ജാതീയ ചിന്ത സമയാസമയങ്ങളിൽ പുറത്തേക്ക് ഛർദ്ദിക്കപ്പെടും. മനുഷ്യനും മതമൊക്കെ സൃഷ്ടിക്കപ്പെട്ട കാലം മുതൽക്ക് തന്നെ മനുഷ്യന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ഒരു അഴുക്കാണ് ജാതീയമായ ഇത്തരം ചിന്തകൾ. മലയാളി ഈ കാലഘട്ടത്തിൽ വലിയ പുരോഗമന ചിന്താഗതിയിലൂടെയാണ് കടന്നു പോകുന്നതെന്നൊക്കെ നമുക്ക് വെറുതെ പുസ്തകത്തിൽ എഴുതി വെക്കാനേ സാധിക്കത്തുള്ളൂ. നമ്മുടെ മനസ്സും ശരീരമൊക്കെ ഇപ്പോഴും പഴയ സ്ഥാനത്ത് തന്നെയാണ് നിൽക്കുന്നത്. അത് വ്യക്തമായി ചൂണ്ടിക്കാണിച്ചു തരികയാണ് ഈ സംഭവം നമ്മളെ.